ഈ നമ്മൾ വ്യക്തത വരുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ഭാഗം വിട്ടുപോയത് ഈ ഘടകകക്ഷികളെ ഇനി എങ്ങനെയാണ് അല്ലേ മുഖ്യമന്ത്രി അഡ്രസ് ചെയ്ത് മുഖ്യമന്ത്രി ഘടകകക്ഷികൾക്കും വ്യക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കൽ കൂടെ CPIയുടെ പൊസിഷൻ ഒന്ന് റിവ്യൂ ചെയ്യേണ്ടി വരും. CPI ആണല്ലോ ഇതിനകത്ത് ഏറ്റവും ശക്തമായ പൊസിഷൻ. ഒരു സംശയമില്ല, RJD ഒപ്പം നിന്നു തുടക്കം മുതൽ തന്നെ. അപ്പോൾ അതിനകത്ത് പ്രകാശ് ബാബുവിൻ്റെ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. 4 വരിയേ ഉള്ളൂ. ഇന്ത്യയിൽ ഫാസിസം പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിലാണെന്നുള്ളതിലും ദേശീയ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുന്നണി നയിക്കുന്ന സർക്കാരിൻ്റെയും നയങ്ങളിൽ നിന്നും ഭരണ സംവിധാനത്തിലെ ഒരാളും വ്യതിചലിക്കാൻ പാടില്ല. അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തസ്തികകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയണം. ഇത്രയും ശക്തമായിട്ടാണ് CPI വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് CPIയുടെ ഈ വിഷയം എന്താ, ഇത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടേ അല്ല. ദത്താത്രേയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എടുക്കേണ്ട ഒരു നയപരമായ തീരുമാനം എന്നുള്ളതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ RJD ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്, NCP ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസും JDS ഒന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എവിടെയും വായിച്ചില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ ഘടകകക്ഷികളുടെ മുഖം നഷ്ടമാകുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അവരത് വെറുതെ ഇരിക്കും, അവർക്കങ്ങ് മുന്നോട്ട് ഈ പറയുന്ന വിഷയത്തെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഇപ്പോൾ CPI പോലൊരു പാർട്ടിക്ക് വെറുതെ അങ്ങനെ ഒരു ലേഖനവും എഴുതി ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പിൻവാങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ ബിനോയ് വിശ്വം പറഞ്ഞത് നിലപാടെടുക്കുക മാത്രമല്ല അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല ഘടകകക്ഷിയിലെ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നിശബ്ദരായിരിക്കുമെന്ന്. അവരവരുടെ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നിപ്പം CPIയുടെ ഒരു ആവശ്യം ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്, അതിന് മറുപടി കിട്ടി. എന്നാൽ ADGP മാറ്റണം എന്ന കാര്യത്തിൽ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടാണ്. വളരെ സാങ്കേതികമായൊരു നിലപാടാണ്. പക്ഷേ ഇനി CPIയുടെ നിർബന്ധപ്രകാരം മുഖ്യമന്ത്രി ADGP മാറ്റുന്നു എന്നിരിക്കട്ടെ, അതെങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക? അതാണല്ലോ പ്രശ്നം. അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതാണ്. ഈ 16 മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു പിന്നെ മുന്നണിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് തീർന്നു. RSSനെതിരെയുള്ള അതുവരെയുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളും പണയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. അതുകൊണ്ടാണല്ലോ EP ജയരാജന്റെ കാര്യത്തിലും CPM പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുന്നണിയിൽ മറ്റു പാർട്ടികളുടെ പ്രസക്തി എന്താണ്, അവരുടെ ഒരു പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള പ്രശ്നം കൂടി നിൽക്കുന്നുണ്ട്. ഈ അസ്തിത്വ പ്രതിസന്ധിയാണ് ശരിക്കും CPI നേരിടുന്നത്. അവർ ലേഖനം എഴുതുന്നു, പരസ്യ പ്രതികരണം നടത്തുന്നു. ഇവിടെ ബിനോയ് വിശ്വം പ്രതികരിച്ചു, പ്രകാശ് ബാബു ലേഖനം എഴുതി, തുടരെ ലേഖനം എഴുതി. അതിനുശേഷം അവിടുന്ന് D രാജ പ്രതികരിക്കുന്നു. കാരണം ഇത് സംസ്ഥാനത്ത് മാത്രമല്ല, പൂരം മാത്രമല്ല അവരുടെ പ്രശ്നം. ADGP RSS കൂടിക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. അപ്പോൾ അവിടെ D രാജ പ്രതികരിക്കുന്നു, വാർത്താസമ്മേളനം നടത്തിയിട്ടാണ് പ്രതികരിച്ചത്. അനി രാജ പ്രതികരിക്കുന്നു. അപ്പോൾ ഈ RSSുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്ന ഉദ്യോഗസ്ഥൻ, അതാണ് മുന്നണിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ, മുന്നണിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ തുടരരുത് എന്ന് തന്നെയാണ് കൃത്യമായ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഇവയുടെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഷ്ട്രീയ പ്രതികരണമില്ല. അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്താണെന്നേ, സാങ്കേതികമായി കുഴപ്പമില്ല, നിയമപരമായി കുഴപ്പമില്ല. അവിടെ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് പറയൂ, ഉദ്യോഗസ്ഥ തലത്തിലല്ലാതെ ഔദ്യോഗികമല്ലാതെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കും. അതായത് DGP ആണോ പരിശോധിക്കുന്നത്? DGP എങ്ങനെ പരിശോധിക്കാതെ? ഞാൻ പറഞ്ഞു രാഷ്ട്രീയമായ പ്രതികരണം നടത്തുക. രാഷ്ട്രീയ പ്രതികരണം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളതാണല്ലോ. പൊളിറ്റിക്കൽ ഇഷ്യൂ, പൊളിറ്റിക്കൽ മറുപടി നോക്കൂ. RJDയുമായി ബന്ധപ്പെട്ടാണ്. RJDയും പുറത്ത് ശക്തമായ പ്രതികരണം നടത്തുന്നു. അത് ആ പ്രതികരണത്തിന് ശേഷം RJD മുന്നണിയിൽ തന്നെ തുടരുമോ എന്നുള്ള സംശയങ്ങളും അത്തരം വാർത്തകൾ കൂടി തലസ്ഥാനത്ത് ശക്തമായിട്ടുണ്ട്. അപ്പോൾ RJD മുന്നണി വിടുമെന്നുള്ള വാർത്തകൾക്കിടയിൽ കൂടിയാണ്. ഇനി ഒരു പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ട് മുന്നണി വിട്ടാലോ? പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദത്താത്രേയ ഹൊസബോളയായിട്ടുള്ള ADGP അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച, അതിനകത്ത് സർക്കാർ നടപടി എടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. അത് ഒരു പൊളിറ്റിക്കൽ ഡാമേജ് CPM ഉണ്ടാക്കിയിട്ടില്ലേ? ഉറപ്പായിട്ടും അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. അത് ഈ റിപ്പോർട്ടിനകത്ത് ഒരു പക്ഷേ ജാഗ്രത കുറവുണ്ടായി എന്നൊരു വാചകമുണ്ടെങ്കിൽ ഒരു പക്ഷേ നടപടി ഉണ്ടാവും. അതായത് ഈ ക്രമസമാധാന ചുമതലയിലിരിക്കുന്നൊരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ അറിയിക്കാതെ RSS പോലെ, കാര്യം അന്ന് കേന്ദ്ര സർക്കാരിന് ഉത്തരവ് വന്നിട്ടില്ല. ഏതാ RSSൽ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഉത്തരവ് വന്നിട്ടില്ല, അടുത്ത കാലത്ത് വന്നതാ. അപ്പോൾ അത് വരുന്നതിന് മുൻപാണ് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മൂവ്മെന്റ് രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്താതെ, ഇത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ DGPയോ അറിയിക്കാതെ ഇത്തരം സന്ദർശനം നടത്തിയത് ശരിയായില്ല. അതിനകത്തൊരു ജാഗ്രത കുറവുണ്ടായി എന്നൊരു വാചകം DGPയുടെ റിപ്പോർട്ടിലുണ്ടെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പുള്ളി പുറത്താക്കാം. അത് മാത്രം. DGP MR അജിത് കുമാർ RSSൽ ചേർന്ന് പ്രവർത്തിക്കുക
പ്രവർത്തിക്കുകയാണ് എന്ന് തോന്നും. അദ്ദേഹം അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. മാത്രമല്ല, ഈ ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് സാംസ്കാരിക സംഘടന എന്ന നിലയിൽ കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സർക്കുലറാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർ ഈ സംഘടനയുടെ ആരെയെങ്കിലും, അത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും കാണരുത്, കണ്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയില്ല. രാഷ്ട്രീയമായി മാത്രമേ അതിനെ എടുക്കാൻ പറ്റുകയുള്ളൂ. ഔദ്യോഗിക പൂർത്തിയാക്കിക്കോട്ടെ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അല്ലാതെ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന മറുപടി ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അത് സ്വീകാര്യമല്ല എങ്കിൽ അന്ന് തന്നെ മുഖ്യമന്ത്രി നടപടിയെടുത്തേനെ. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഇത് ഒരു വലിയ വിഷയമാക്കാതെ അതിൽ നിന്ന് മാറുന്നത് എന്ന് വേണം. അത് ഒരു റിപ്പോർട്ടാണ്. അതിനുശേഷം റാംമാധവനെ രണ്ടാമത് കാണുന്നു ഇന്ത്യ ടുഡേ കോൺക്ലേവ്. പിന്നെ വീണ്ടും റാംമാധവനെ കാണുന്നു. അതായത് 3 തവണ കൂടിക്കാഴ്ച RSSലെ ടോപ്പ് 2-3 പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അങ്ങനെ വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയ DP സെൻകുമാറിനെ വിമർശിച്ചത് അത് വ്യക്തിപരമല്ലേ? CPI ആണ് അതിനകത്ത് ക്ലാരിറ്റി, പ്രകാശ് ബാബു ആണ് അതിനകത്ത് ക്ലാരിറ്റി വരുന്നത്. ഇത് RSSന്റെ ദത്താത്രേയ ഹൗസ്ബോളെ ആയിട്ട് കാണുന്നത് ഒരു വിഷയമേ അല്ല. ഇവിടെ അജിത് കുമാർ പോയി കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായി ഫാസിസ്റ്റ് ചേരിൽ നിൽക്കുന്ന ഒരു സംഘടനയെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്ന RSSന്റെ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഒരു കീ പോസ്റ്റിലിരിക്കുന്നയാളായിരിക്കും എന്ന് പറയുന്നതിനെ പൊളിറ്റിക്കലായിട്ടാണ് നേരിടേണ്ടത് എന്നാണ് CPI പറയുന്നത്. പോലീസിന്റെ രാഷ്ട്രീയ നിയന്ത്രണം ഇല്ല എന്ന് ഇതേ മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്. നിയന്ത്രണത്തിലല്ല പോലീസ് എന്ന് പറയുന്നത്, അത് ആ ഫോഴ്സായി തന്നെ നിൽക്കേണ്ടതാണ്. അതിന്മേൽ രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ മറ്റൊരു വിവാദം. അത് തമ്മിൽ കണക്റ്റഡാണ്. അല്ലാതെ പാർട്ടിക്കാർ പറയുന്നതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ പോലീസ് എന്തിനാ? ഈ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന് രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർ പോയി പോലീസ് ഭരിക്കേണ്ടതില്ല, പോലീസ് സ്റ്റേഷൻ ഭരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം ഒരു പോലീസ് നയം ഇല്ലെന്നല്ല. ആ പോലീസ് നയത്തിന്റെ ഭാഗം അതൊരു രാഷ്ട്രീയ നയത്തിന്റെ തുടർച്ചയാണ്. ആ രാഷ്ട്രീയ നയത്തിന്റെ തുടർച്ച ഏതെങ്കിലും തരത്തിൽ RSS പോലെയുള്ള സംഘടനകളുമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൂടിയാലോചന മുഖ്യമന്ത്രി അറിയാതെ നടത്തിയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇടപെടും. അതാണ് ഇടതുപക്ഷ അറിഞ്ഞിട്ട് 16 മാസമായി. അതാണ് പ്രശ്നം. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കുലർ ഇല്ല, ഒരു ചട്ടമില്ല, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് നടപടി എടുക്കാൻ കഴിയില്ല. അതായത് ഈ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ RSS മേധാവിയെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ BJP നേതാവിനെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ കാണാൻ പാടില്ല എന്നൊരു സർക്കുലർ ഇല്ല, ഒരു നിയമമില്ല. സാങ്കേതികമായി എടുക്കാൻ കഴിയില്ല, അഡ്മിനിസ്ട്രേറ്റീവ്ലി എടുക്കാൻ കഴിയില്ല, പൊളിറ്റിക്കലി എടുക്കാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇതിനകത്ത് PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. സെബാസ്റ്റ്യൻ പോൾ മലയാളത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ആ മലയാളത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടതു സ്വതന്ത്രനായ പാർട്ടി അംഗമല്ലാത്ത PV അൻവർ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പാർട്ടിയിലൂടെയാണ് താങ്കൾ മുഖ്യമന്ത്രിയായത് എന്ന്. ഓർമ്മയുണ്ടോ? അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനും സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഡാമേജ് ആണ്. ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു MLA ഓർമ്മിപ്പിക്കുകയാണ് പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളത് വില കുറച്ചാണ് ഗ്രാവിറ്റി നമ്മളത് ചർച്ച ചെയ്തിട്ടില്ല. ആ സെന്റൻസ് ഉണ്ടല്ലോ, ഡാമേജിംഗ് ആയ ഒരു സെന്റൻസ് ആണ്. അതാണ് PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു സെക്കൻഡ്. രണ്ടാമത് PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒന്ന്, PV അൻവർ യുദ്ധം നയിച്ചു തുടങ്ങിയത് സുജിത് ബിദാസിനെതിരെയാണ്. സുജിത് ബിദാസിനെതിരെയും ശശിധരനെതിരെയും യുദ്ധം നയിച്ചു തുടങ്ങി. മൂന്നാമതാണ് ഈ ADGP-യിലേക്ക് എത്തി. ADGP-യിൽ നിന്ന് P ശശിയിലേക്ക് എത്തി. P ശശിയിലേക്ക് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? P ശശിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് ഇപ്പൊ PV വേഴ്സസ് PV എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രവുമല്ല, മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് PV അൻവർ പത്രസമ്മേളനം വിളിക്കുന്നു. അത് വീണ്ടും മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചതിന് ശേഷം വീണ്ടും PV അൻവർ പത്രസമ്മേളനം വിളിച്ച് മറുപടി പറയുന്നു. CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് PV അൻവർ. ആ CPM-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. ആ CPM പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷന് ഒരു പാർലമെന്ററി പാർട്ടി അംഗം പത്രസമ്മേളനത്തിലുള്ള മറുപടി പറയുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ സ്ഥിതി വിശേഷം PV അൻവർ വരുത്തിവെച്ചു എന്നതാണ് ഇടതുമുന്നണിയിലെ അഭിപ്രായം, പ്രത്യേകിച്ച് CPM-ലെ അഭിപ്രായം. ഇവിടെയൊക്കെ തന്നെ കാണും. അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം വെല്ലുവിളിയാണ്. മാത്രമല്ല, ഈ ADGP-യെ ധനമന്ത്രിയാക്കണം എന്ന് പരിഹാസ രൂപത്തിൽ പറയുകയാണ് PV അൻവർ. അവിടെ PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം പോലെയല്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി അംഗമായി ഈ MLA-യിൽ നിന്ന് ഉള്ളൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം ആവർത്തിച്ച് 2 വാചകം പറയുന്നുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയെ പല തവണ പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ 6 പതിറ്റാണ്ടിന്റെ CPM അംഗത്വം പരിചയമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. പോളിറ്റ് ബ്യൂറോ
പോളിറ്റ് ബ്യൂറോ അംഗമാണ്. 17 വർഷം പാർട്ടി, 17 വർഷം അല്ലേ? 10 വർഷം മുഖ്യമന്ത്രി, 27 വർഷം. അപ്പോൾ ഇത്രയും രാഷ്ട്രീയ അനുഭവ പരിചയമുള്ള മുഖ്യമന്ത്രിയെ ഈസിലി നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഹെഡിനെ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു എന്നതാണ് പാർട്ടിക്കുള്ളിലുള്ള വർത്തമാനം. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം കൂടി ഇന്ന് പറഞ്ഞു, പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടക്കിണറ്റിൽ വീഴുന്ന ആളാണോ മുഖ്യമന്ത്രി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ PV അൻവർ ആവേശത്തിൽ ചോദിച്ചതാണെങ്കിലും അത് PV അൻവറിന് വിനയായി തീർന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയ പക്ഷം PV അൻവർ ഇവിടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. PV അൻവർ കൊടുത്ത പരാതി എന്താവും? പാർട്ടി സെക്രട്ടറിക്ക് PV അൻവർ ഒരു പരാതി സ്വാഭാവികമായും ചർച്ച ചെയ്യും. അല്ല, ചർച്ച ചെയ്യും. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തള്ളിയതോടുകൂടി അത് അവസാനിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് പരാതിയില്ലാത്തിടത്തോളം കാലം പാർട്ടിക്ക് പ്രത്യേകം അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഓഫീസിലേക്ക് പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ആളാണ് എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നിട്ട് പറയുന്നില്ല, മാതൃകാപരമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതായത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പങ്കുപറ്റിയിട്ടുണ്ടെന്ന് പാർട്ടി അംഗമല്ലാത്ത ഒരു MLA പറയുകയാണ്. വളരെ സീരിയസ് ആയ ഒരു ഒഫൻസാണ്. ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ പോലും ഈ പ്രതികരണങ്ങളോട് കൂടി അല്പം മൗനത്തിലേക്ക് പോവുകയും കഴിയാത്ത വിധം അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യഘട്ടത്തിലുള്ള ആ വിസിൽ ബ്ലോവിംഗ് നടത്തിയതിനു ശേഷം അതിൽ നിന്ന് പിൻവാങ്ങണമായി. സുജിദാസിനെതിരെ നടപടി എടുത്തപ്പോൾ പിൻവാങ്ങുകയും അദ്ദേഹം പാർട്ടി ലൈനിലൂടെ പോകണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ അത് PV അൻവറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. PV അൻവർ ഇറങ്ങി തിരിച്ച ലക്ഷ്യം കാണും. യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഇത് അയ്യപ്പനും കോശിയും കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. Meet the editors.